നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ ഒരു മാസം കൊണ്ട് 10 കിലോ 15 കിലോ ഒക്കെ കുറയ്ക്കുന്ന ഓരോ ടെക്നിക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ്. ഇതിന്റെ പിറകിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. ഇവർ നമുക്ക് ഓരോ ബിഫോർ ഫോട്ടോയും ആഫ്റ്റർ ഫോട്ടോയും ഒക്കെ കാണിച്ചു തരും. ഇത്ര വെയിറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞുള്ള ചേഞ്ചസ് ഒക്കെ വെച്ചിട്ട്. പക്ഷേ ഈ ആഫ്റ്ററിന് ശേഷം ഈ രോഗിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ ആരും അറിയാറില്ല അല്ലേ? ഇങ്ങനെ വേഗത്തിൽ ഭാരം കുറയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് മാത്രമല്ല, ശരീരത്തിലുള്ള ജലാംശവും അതുപോലെ തന്നെ മസിലിന്റെ വെയിറ്റും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇത് ഭയങ്കര അപകടമാണ്. ഗോൾ സ്റ്റോൺസ്, കിഡ്നി ഫെയിലിയർ, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് മുതലായ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് നമ്മളെ നയിക്കും. ഇതിനൊക്കെ പുറമെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞോ അത്രയും വേഗത്തിൽ തന്നെ വെയിറ്റ് കൂടാനുള്ള സാധ്യത, അതായത് റീബൗണ്ട് വെയിറ്റ് ഗെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളിൽ ചിലർ ചോദിക്കും, എൻ്റെ ചേച്ചി അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ച് വെയിറ്റ് കുറഞ്ഞല്ലോ, അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ അതിനോടുള്ള മറുപടി ഇതാണ്: എല്ലാവരുടെയും ശരീരം ഒരുപോലെയല്ല. പയ്യെ തിന്നാൽ പനയും തിന്നാം. ഇത് നിങ്ങളുടെ ആരോഗ്യം വെച്ചുള്ള കളിയാണ്.